ഗജാസ്യം വിഘ്നേശം നഗവരസുതാലാളിതമമും ഭജേ വേദൈർഗീതം സകലശുഭദം ധൂർജടിസുതം പ്രഭാതം രമ്യം തേ ഭവതു സുദിനം ഹർഷദമിദം പ്രദീപ്തം ഭൗമേന സുഖദമധുനാ ചാസ്തു ഭവതേ. ഇതാണ് ഇന്നത്തെ ശ്ലോകം. ഇനി അർത്ഥവും കൂടി ഒന്ന് പറയാം. വിഘ്നേശം, വിഘ്നങ്ങളെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നവനും, നഗവരസുതാലാളിതം, നഗവരസുത പർവ്വതപുത്രി പാർവതി, പാർവതിയാൽ ലാളിക്കപ്പെട്ടവനും, സകല ശുഭദം എല്ലാ മംഗളങ്ങളെയും നൽകുന്നവനും, ധൂർജടി സുതം, ധൂർജടി എന്ന് പറഞ്ഞാൽ പരമശിവൻ, പരമശിവന്റെ സുതൻ പുത്രൻ, അപ്പോൾ പരമശിവന്റെ പുത്രനും ആയിട്ടുള്ള അമും ഗജാസ്യം, ഈ ഗജാനനെ, അതായത് ഈ ഗണപതി ഭഗവാനെ അഹം ഭജേ, ഞാൻ ഭജിക്കുന്നു. അധുന ഇപ്പോഴത്തെ അങ്ങയ്ക്ക് രമ്യം പ്രഭാതം ഭവതു, മനോഹരമായ പ്രഭാതം ഭവിക്കട്ടെ. ഭവത്തെ അങ്ങയ്ക്കായിക്കൊണ്ട് ഭൗമേന പ്രദീപ്തം, ചൊവ്വയാൽ നന്നായി ശോഭിക്കുന്നതും, ഹർഷദം സന്തോഷം നൽകുന്നതും, സുഖദം സുഖം നൽകുന്നതും ആയിട്ടുള്ള ഇതം സുദിനം ച അസ്തു, ഈ ശോഭനമായ ദിവസവും ഭവിക്കട്ടെ. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത് ശിഖരിണി എന്ന വൃത്തത്തിലാണ്. ഇന്ന് ചൊവ്വാഴ്ച മംഗളവാസരം ആയതുകൊണ്ടാണ് ഗണപതി ഭഗവാനെ തന്നെ വന്ദിച്ച എല്ലാവർക്കും സുപ്രഭാതവും സുദിനവും ആശംസിച്ചത്.